ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. നിയമന ഉത്തരവ് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് നടപടി. നിയമന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന സർക്കാരിന്റെ ഹർജി വേനലവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഏതു സാഹചര്യത്തിലാണ് കോടതി കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? CBI അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയിലെ നടപടികൾ ഇന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നടപടി. അത് സർക്കാർ അതൊരു സാങ്കേതിക നടപടി എന്ന രീതിയിൽ സർക്കാർ ഈ നിയമന ഉത്തരവ് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പിന്നീടുണ്ടായതെല്ലാം സാങ്കേതികമായ നടപടികൾ മാത്രമാണ്. തങ്ങൾ നിയമിച്ചിട്ടുണ്ട് PB അനിതയെ, അതിനാൽ തന്നെ കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനോടകം തന്നെ ഈ നിയമന ഉത്തരവ് പുനഃപരിശോധിക്കണം എന്ന സർക്കാരിന്റെ ഹർജി കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് നേരത്തെ സർക്കാർ നൽകിയതാണ്. അതിൽ പക്ഷേ അത് പിൻവലിക്കുന്ന കാര്യമൊന്നും തന്നെ കോടതിയിൽ ഇന്ന് സർക്കാർ പറഞ്ഞില്ല. തുടർന്നാണ് അത് വേനലവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുള്ളത്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്താണ്.